നമുക്ക് ഒരു 60 രൂപ ഡൗൺ പേയ്മെന്റിന് വണ്ടി ഇറക്കാൻ പറ്റും. ബെസ്റ്റ് പ്രൈസിലാണ്. അത് മാക്സിമം ട്രാക്ക് ഒക്കെ ഫുൾ ഓണറിന് ഷെയർ ചെയ്യാം. കാറ് നോക്കുന്നവരെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു അടിപൊളി വാഹനമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല ഫീച്ചേഴ്സും ഡിപ്പെൻസും നമുക്ക് ചെറിയ കിലോമീറ്ററും അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ സൺറൂഫ് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന ഒരു വാഹനം നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റും. അത് ഒരു ആഷ് ബാഗിന്റെ പ്രൈസ്. ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വാഹനം. അത് നമുക്ക് ഹൈബ്രിഡ് എഞ്ചിനാണ് വരുന്നത്. സോ നമുക്ക് നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിടിലൻ 7 സീറ്റർ വാഹനം. ഒറിജിനൽ കേരള ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ നോക്കുന്നവർക്ക് ഇതാണ് ഒരു അടിപൊളി വാഹനമായിട്ട് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. ഒറിജിനൽ കേരള വാഹനം ഒരു 6 സീറ്റർ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 2029 വരെ കമ്പനി വാറണ്ടി ഉള്ള ഒരു കിടിലൻ വാഹനം. അതും ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. XL6 ഏഷ്യൻ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 1 ലക്ഷം താഴെയുള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കും. ഡിയർ ഫ്രണ്ട്സ്, നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ, ലോ കിലോമീറ്റേഴ്സ് വാഹനങ്ങൾക്കും അതും SUV-കളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ല കിടിലൻ ഓഫർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓണത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ട് അത്യാവശ്യം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിൻ്റെയും SUV-കൾ നമുക്ക് ലോ കിലോമീറ്റർ വാഹനങ്ങൾ അതും നല്ല ഓഫർ പ്രൈസിലുള്ള ഒരു കിടിലൻ പാർട്ടായിട്ടാണ് നമ്മൾ ക്യാപ്സിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ കൂടെ നിന്നുള്ള പുതിയൊരാളാണ് നൗറിനാണ്. നൗറിൻ, നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ക്യാപ്സിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ മീൻചന്ത ബൈപ്പാസ് എത്തുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ മീൻചന്ത ബൈപ്പാസിലാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നമുക്ക് ക്യാപ്സ് കാർസ് എന്ന് അടിച്ചെടുത്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് യൂസ്ഡ് കാറാണെങ്കിലും പൊതുവേ നമുക്ക് കമ്പനി വാറണ്ടിയുള്ള വാഹനങ്ങളാണ് മിക്ക വാഹനങ്ങളും. പൊതുവേ തന്നെ നമുക്ക് അത് കൂടാതെ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വാറണ്ടികൾ? നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എഞ്ചിനും ഗിയർ ബോക്സിനും ആണ്. നമ്മൾ എഞ്ചിനും ഗിയർ ബോക്സിനും ആണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 വാറണ്ടികളാണ്. പൊതുവെ നമുക്ക് കമ്പനി വാറണ്ടിക്ക് പുറമെ ക്യാപ്സിന്റെ ഒരു വാറണ്ടി ഉണ്ട്. എഞ്ചിന് ഗിയർ ബോക്സ് 1 ഇയറും ബൈബാക്ക് ഗ്യാരണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു SUV നോക്കുന്നവർക്ക് അതും നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടിലൻ വാഹനം, അതും നല്ലൊരു ബെസ്റ്റ് പ്രൈസിനാണ്. അത് സ്കോഡയുടെ ഒരു കുഷാക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാൽ ചെറിയ ബഡ്ജറ്റ് ആണ്. കൂടുതൽ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കമ്പനി അലോയ്സ്, ഇന്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം നമുക്ക് കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. റിയറിൽ നമുക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പെട്രോൾ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ല. എങ്ങനെയാണ് ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? സ്കോഡ കുഷാക്കാണ് ഇത് വരുന്നത്. ഇത് 2022 മോഡലാണ്. പെട്രോൾ ആണ്. എത്രയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ വെറും 50,000 ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ആണോ വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ് ആണ്. 50,000 കിലോമീറ്റർ. അതും 22 മോഡലാണ്. നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാമല്ലോ അല്ലെ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇതിനിപ്പോ വന്നിരിക്കുന്നത് 10,50,000 10,50,000 നമുക്ക് ഈ ഒരു വാഹനത്തിന്. നിലവിൽ നമുക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 11 സംതിങ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിലാണ്. അത് മാക്സിമം ട്രാക്ക് ഒക്കെ ഫുൾ ഓണറിന് ഷെയർ ചെയ്യാം. അടുത്ത നമ്മൾ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. i20യുടെ ന്യൂ ഷേപ്പ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് നമുക്ക് വരുന്നത് 2023 സ്പോർട്സ് മോഡലാണ് വരുന്നത്. ഓക്കെ, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഏറ്റവും ടോപ്പ് എൻഡിന് താഴെയുള്ള വേരിയന്റ് ആണ്. സോ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. സോ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള വെഹിക്കിളാണ്. നല്ല കംഫർട്ടബിൾ വാഹനം. അതേപോലെ അലോയ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ടയേഴ്സും വരുന്നുണ്ട്. അല്ല, കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുള്ള ഈ വാഹനം? നമ്മൾ വെറും 56,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് ആണ്. എത്രയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ഇത് ചോദിക്കുന്നത് വെച്ചാൽ 7,65,000 ചോദിക്കുന്നത്. 65 നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 60 രൂപ ഡൗൺ പേയ്മെന്റിന് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ 23 മോഡലാണ്. 56,000 കിലോമീറ്റർ. അതും നമുക്ക് സ്പോർട്സ് ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു വാഹനം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. കാറ് നോക്കുന്നവരെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു അടിപൊളി വാഹനമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതും റെഡ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇതിൻ്റെ 2024 മോഡൽ വരുന്നത്. പെട്രോൾ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 13,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 13,000 കിലോമീറ്റർ ആണ്. ഓട്ടോമാറ്റിക് ആണ്. 4x2 ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് ലോ കിലോമീറ്റർ വാഹനമാണ്. 24 മോഡലിൽ സിംഗിൾ ഓൺഷിപ്പ്. അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്സിഡന്റ് റിസ്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനം. അതും 24 മോഡൽ. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 14,90,000 വരെ ചോദിക്കുന്നത്. അപ്പോൾ 14,90,000 നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്.
4x2 ഓട്ടോമാറ്റിക്, അതും വെറും 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 24 മോഡൽ വാഹനം. 7 സീറ്റർ നോക്കുന്നവരെ സംബന്ധിച്ച് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഒരു മാരുതി സുസുക്കി XL6, അതും ഡോൾ ടൂൺ ആണ് ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. സോ അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2024 മോഡലാണ് വരുന്നത്. പെട്രോൾ ആണ്, അതേപോലെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഈ വാഹനം? നമ്മളെ വെറും 21,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 21,000 കിലോമീറ്റർ, 24 മോഡല്. അത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2029 വരെ അണ്ടർ കമ്പനി വാറണ്ടിയിലുള്ള ഒരു വാഹനമാണ്. അത് നമുക്ക് ഒരു പുതിയൊരു വാഹനത്തിന് അതേ ഫീൽ കാര്യങ്ങൾ. ടയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഏറ്റവും ടോപ്പ് എൻഡിൽ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ, അത് നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന ഒരു 7 സീറ്റർ വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് വരും 14,25,000. 14,25,000 മാത്രമേ ചോദിക്കുന്നു. ഒന്നുകൂടി പറയാം, നല്ല ഡീൽ കേട്ടോ. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 14,25,000. 14,25,000 ആണ് ചോദിക്കുന്നത്. അത് നമുക്കൊരു 6 സീറ്റർ ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 2029 വരെ കമ്പനി വാറണ്ടി ഉള്ള ഒരു കിടിലം വാഹനം, അതും ഏറ്റവും ടോപ്പ് എൻഡ് ആണ് XL6. ഏഷ്യൻ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 1,00,000 താഴെയുള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കും. സെമി പ്രീമിയം ലെവലിൽ അത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഒരു വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന വേർഡിനായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, അതേപോലെ നമുക്ക് സീറ്റ് വെന്റിലേഷൻ അടക്കം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് വാഹനം. ഏതായിരുന്നു മോഡൽ വരുന്നത്? 2020 ആണ് മോഡൽ. 2020 അല്ലേ? അത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 76 കിലോമീറ്റർ. 76,000 കിലോമീറ്റർ ആണ്, 20 മോഡല്. നമുക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? തേർഡ് ഓൺഷിപ്പ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനം നിലവിൽ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് വന്നാണ്. ഇവിടെ തന്നെ സെക്കൻഡ് ഓൺഷിപ്പ്, സെക്കൻഡ് ഓണർ ഇവിടുന്ന് ഒരു സെൽട്ടോസ് ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് വന്നൊരു വാഹനമാണ്. തേർഡ് ഓൺഷിപ്പിൽ നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ. അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ് വരുന്നത്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? ഇതിന് കൊടുക്കുന്നത് 7,95. 7,95,000 ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല ഫീച്ചേഴ്സും ഡിപ്പെൻസ് നമുക്ക് ചെറിയ കിലോമീറ്ററും, അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന ഈ വാഹനം നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റും. അത് ഒരു ആഷ് ബാഗിന്റെ പ്രൈസ് ഏകദേശം 1,00,000 രൂപ ഡൗൺ പേയ്മെന്റിൽ, അതും ഡീസൽ IMT ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിടിലൻ സെൽട്ടോസ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും HTK+. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 ആണ് മോഡൽ വരുന്നത്. ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 24 കിലോമീറ്റർ. 24,000 കിലോമീറ്റർ, അതും സിംഗിൾ ഓൺഷിപ്പ് വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 12,45,000. 12,45,000 ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്. സോ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ട് നല്ല പെർഫോമൻസും അത്യാവശ്യം മൈലേജും അത്യാവശ്യം ഫീച്ചേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വെറും 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പിൽ 23 മോഡൽ വാഹനം. അത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 12,45,000. ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കും. അടുത്തൊരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഒരു കിടിലം സെൽട്ടോസ് നോക്കുന്നവർക്ക് ഇതാണ് നമുക്ക് വീണ്ടും റെഡ് ഫിനിഷിംഗിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 ആണ് മോഡൽ വരുന്നത്. പെട്രോൾ മാനുവലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 7DCT, അതും GT ലൈൻ ആണ്. സീറ്റ് വെന്റിലേഷന്, സൺറൂഫ് കാര്യങ്ങളടക്കം, അതും ലോ കിലോമീറ്റർ ഒരു വാഹനം അല്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? വെറും 35,000. 35,000 കിലോമീറ്റർ ആണ്. 23 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക്കലി GTX 7DCT. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 15,65,000. 15,65,000 ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്. ഏകദേശം ട്രാക്ക് ഉണ്ടെങ്കിൽ 1,00,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ഒരു 7 സീറ്റർ വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. അതും ലോ കിലോമീറ്റർ വാഹനം. കിയയുടെ ഗാരൻസ് ആണ്. ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 ആണ് മോഡൽ വരുന്നത്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 56,000. 56,000 കിലോമീറ്റർ, 22 മോഡല് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. കിയുടെ ഗാരൻസ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് വേഴ്സ്, കമ്പനി അലോയ്സ്, അത്യാവശ്യം ഒരു അപ് ടു 70% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 13,50,000. 13,50,000 ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്. അത്യാവശ്യം ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1,50,000 രൂപ ഡൗൺ പേയ്മെന്റ് വാഹനം ഇറക്കാം. ഒരു 56,000 കിലോമീറ്റർ, 22 മോഡല്, 7 സീറ്ററിൽ, അതും പെട്രോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു വാഹനമാണ്. ഒറിജിനൽ കേരള ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ നോക്കുന്നവർക്ക് ഇതാണ് ഒരു അടിപൊളി വാഹനമായിട്ട് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. ഒറിജിനൽ കേരള വാഹനം. അതുകൊണ്ട് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. അതും നമുക്ക് ഗ്രേപ്പ് റെഡിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 ആണ് മോഡൽ വരുന്നത്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ
കിലോമീറ്റർ 1,20,000. Yes. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 19,50,000. Yes. അപ്പോൾ ഒറിജിനൽ കേരള വാഹനമാണ്, അതും G4 ഓട്ടോമാറ്റിക്കിൽ സിംഗിൾ ഓൺഷിപ്പിൽ 1,20,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 19 ലക്ഷം രൂപയാണ്. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് വാഹനം ഇറക്കാം. അത് നമ്മൾ ഫുൾ ഓൺ ഇറക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വാഹനം, അത് നമുക്ക് ഹൈബ്രിഡ് എഞ്ചിനാണ് വരുന്നത്. സോ നമുക്ക് നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിഡ്ലൻ 7 സീറ്റർ വാഹനം. MGയുടെ എക്ടർ പ്ലസ് ആണ്, 7 സീറ്റർ ആണ്. സീറ്റ് വെന്റിലേഷനും അതേപോലെ പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം അത്യാവശ്യം നല്ല ഫീച്ചറുകളോടായിട്ടുള്ള ഒരു കിഡ്ലൻ വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 ആണ് വരുന്നത്. പെട്രോൾ ഹൈബ്രിഡ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതിന്. അതേപോലെ തന്നെ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? വാഹനത്തിന് ചോദിക്കുന്നത് 10,90,000. യെസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് 10,90,000 ആണ്. അതും ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. അടുത്തൊരു ഡീസലിലെ ലോ കിലോമീറ്റർ ഒരു കിട്ടുന്ന ഹാരിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഫുൾ ബ്ലാക്കിൽ ഡാർക്ക് എഡിഷൻ ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് പനോരമിക് സൺറൂഫും അതേപോലെ ഡീസലാണ്, ലോ കിലോമീറ്റർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2024 മോഡലാണ് വരുന്നത്. നമ്മളിവിടെ വെറും 7,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 7,000 കിലോമീറ്റർ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഡീസൽ മാനുവലില് 24 മോഡല്, അതും ഡാർക്ക് എഡിഷൻ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 17,900. യെസ്. 17,90,000 രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടായിരുന്നത് ക്യാപ്സിലായിരുന്നു. നമ്മുടെ ലൊക്കേഷൻ വന്ന് കാലിക്കറ്റ് മീൻചന്ത ബൈപ്പാസിലാണ്. ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. ലോ കിലോമീറ്റർ വാഹനങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവിൽ, അതും നമുക്ക് കമ്പനി വാറണ്ടി കൂടാതെ തന്നെ ക്യാപ്സിക്ക് നൽകുന്ന വാറണ്ടിയിൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ലോ കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് നൗറിൻ സൈനിങ് ഓഫ്.